So next is module 6. Module 6 നമ്മൾ സ്റ്റെയർ കേസും കോളവും രണ്ട് പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ കോളം വെച്ചിട്ടാണ്, കോളത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ കോളത്തിൻ്റെ രണ്ട് ഡിസൈൻ ഉണ്ട്. ആക്സിയലി ലോഡഡ് ഷോർട്ട് കോളംസ്, ദെൻ റെക്ടാങ്കുലർ ടൈസ് ആൻഡ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് വെച്ചിട്ടുള്ള കോളംസ്. അപ്പോൾ ഇതിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ, കോളത്തിൻ്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ ക്ലാസിഫിക്കേഷൻ, പിന്നെ കുറച്ച് ടേംസ്, what is short and long columns and what are the different types of reinforcement and some IS specifications ആയിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി കോളം എന്ന് പറഞ്ഞാൽ നമ്മൾ ബീമിൻ്റെ എല്ലാത്തിൻ്റെയും ബീമിൻ്റെ കേസിൽ പറഞ്ഞപ്പോൾ ബെൻഡിങ് ആയിരുന്നു ബീമിലെ ആക്ഷൻ. ഓക്കെ, ബെൻഡിങ് ആണ് ബീമിൽ സംഭവിക്കുന്നത് ബീം എടുക്കുകയാണെങ്കിൽ. കാരണം ബീമിൽ ആക്ട് ചെയ്യുന്നത് ഇങ്ങനെ ട്രാൻസ്ഫേഴ്സ് ആയിട്ടുള്ള ലോഡ്സാണ്. അതായത് ഇതാണ് ബീമിൻ്റെ ആക്സസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ലോഡ്സാണ് ബീമിൻ്റെ കേസിൽ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബെൻഡിങ് ഉണ്ടാകും. ഓക്കെ, ഇതേപോലെ തന്നെയാണ് നമ്മൾ സ്ലാബ് പഠിച്ചപ്പോഴും ഇവിടെ ഈ സ്ലാബിൻ്റെ ആക്സസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലോഡാണ്, ലൈവ് ലോഡായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ബീമിൻ്റെ അതേ ആക്ഷൻ പോലെ തന്നെ ഇത് രണ്ട് സൈഡിലും ബെൻഡ് ചെയ്യും. 2 വേ സ്ലാബ്സ് ആണെങ്കിൽ രണ്ട് ഡയറക്ഷനിലും ബെൻഡ് ചെയ്യും. 1 വേ സ്ലാബ് ആണെങ്കിൽ സിംഗിൾ ഡയറക്ഷനിൽ ബെൻഡ് ചെയ്യും. ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബീമിൻ്റെ ബിഹേവിയറും സ്ലാബിൻ്റെ ബിഹേവിയറും അതിൽ ആക്ട് ചെയ്യുന്ന ലോഡിങ്ങും പഠിച്ചു. പക്ഷേ കോളം എന്ന് വെച്ചാൽ കോളം വേർട്ടിക്കൽ മെമ്പേഴ്സാണ്, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ വേർട്ടിക്കൽ മെമ്പേഴ്സിൽ കോളത്തിൽ ബീമിൻ്റെ സപ്പോർട്ടിലാണ് അല്ലെങ്കിൽ സ്ലാബിൻ്റെ സപ്പോർട്ടിലാണ് ഈ കോളംസും വോൾസൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ലോഡാണ് ഡയറക്റ്റ്ലി ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഈ ബീമിൽ നിന്ന് ഉള്ള ലോഡ് അതുപോലെ സ്ലാബിൽ നിന്നുള്ള ലോഡുകൾ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കോളം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആക്സിയൽ സെൻറ്ററിൽ നിന്നായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് അപ്പോൾ ഇവിടെ എന്ത് ടൈപ്പ് ഫോഴ്സ് ആയിരിക്കും സംഭവിക്കുക, അതേപോലെ ഇവിടെ നിന്ന് റിയാക്ഷനും. ഓക്കെ, സോ ഇവിടെ കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും കോളം മെമ്പേഴ്സ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കോളം മെമ്പേഴ്സിനെ കംപ്രഷൻ മെമ്പേഴ്സ് എന്ന് ആ ഒരു കംപ്രഷൻ മെമ്പേഴ്സിൻ്റെ ക്ലാസ്സിൽ പെടുത്താം. ഓക്കെ, so compression members are structural elements primarily subjected to axial compressive forces and hence their design is guided by considerations of strength and buckling. അപ്പോൾ കംപ്രഷൻ മെമ്പേഴ്സിൻ്റെ ക്ലാസ്സിൽ പെടുന്നതാണ് കോളംസും. കംപ്രഷൻ മെമ്പേഴ്സിൽ മെയിൻലി കംപ്രസീവ് ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്, അതും ആക്സിയലായിട്ട് അതിൻ്റെ ആക്സിസിൽ കൂടെ ആയിരിക്കും ഈ ലോഡ് ട്രാൻസ്ഫർ ആകുന്നത്. ഓക്കെ, ആൻഡ് ഇപ്പോൾ അതിൻ്റെ ഡിസൈനിൽ നമ്മൾ എടുക്കുന്ന മെയിൻ കൺസിഡറേഷൻസ് എന്ന് വെച്ചാൽ ബക്ലിങ്ങും സ്ട്രെങ്ത്തുമാണ്. ഓക്കെ, ഡിസൈൻ സ്ട്രെങ്ത്ത് നോക്കും, അതുപോലെ തന്നെ ബക്ലിങ്. അപ്പം ഇങ്ങനെ ഒരു കോളം ആണെങ്കിൽ ഈ കോളം ഇങ്ങനെ ബക്കിൾ ചെയ്യാനായിട്ട്, അതായത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ബക്ലിങ് എന്ന് പറയാം. ഓക്കെ, സോ ഇറ്റ് ഈസ് ഗൈഡഡ് ബൈ കൺസിഡറേഷൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ബക്ലിംഗ്. അപ്പോൾ എക്സാമ്പിൾസ് ഇതുപോലെ കംപ്രഷൻ മെമ്പേഴ്സിന് കോളംസ് അല്ലാതെയുള്ള വേറെ എക്സാമ്പിൾസ് പെഡസ്റ്റൽ എന്ന് വെച്ചാൽ കോളം പോലെ തന്നെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു മെമ്പറിനെയാണ് പെഡസ്റ്റൽ എന്ന് പറയുന്നത്. അതിലും ഇങ്ങനെ കംപ്രസീവ് ആക്ഷൻ തന്നെയാണ് ഉണ്ടാകുന്നത്. ദെൻ വോൾ, സ്ട്രട്ട് എന്ന് വെച്ചാൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനെയാണ്, കോളം പോലെയുള്ള ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനെയാണ് സ്ട്രട്ട് എന്ന് പറയുന്നത്. ഓക്കെ, so while pedestal, column and wall carry the loads along its ലെങ്തിന് along ആയിട്ടാണ് ക്യാരി ചെയ്യുന്നത്, ലോങ്ങിറ്റ്യൂഡിനലി ആണ് ക്യാരി ചെയ്യുന്നത്. ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ the strut carries loads in any direction. ഓക്കെ, കാരണം സ്ട്രട്ടിൽ ഇവിടെ ഈ ഒരു ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിരിക്കും സ്ട്രട്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഹൊറിസോണ്ടൽ ലോഡും വെർട്ടിക്കൽ ലോഡും രണ്ട് ലോഡും എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. These compression members may be made of bricks or RC, reinforced concreteും ബ്രിക്സും വെച്ചിട്ടുണ്ടാക്കാം. സോ ബിൽഡിംഗ് മെമ്പേഴ്സിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് RC
കോളംസ് ആണ്. ഹെൻസ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കംപ്രഷൻ മെമ്പേഴ്സ് ആർ ഓൺലി ഡിസ്കസ്ഡ്. അപ്പോൾ ഇവിടെ നമ്മൾ കംപ്രഷൻ റീഇൻഫോഴ്സ്ഡ് മെമ്പേഴ്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതിൽ തന്നെ കോളമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോളം ആയിരിക്കും ഈ ഒരു മൊഡ്യൂളിൽ പറയുന്നത്. അഗെയിൻ നമുക്ക് കുറച്ച് ടേംസ് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ, കാരണം കോളത്തിൻ്റെ ഡിസൈനിൽ വരുന്ന എന്തൊക്കെ ടേംസ് ആണ്, കോളത്തിൻ്റെ ഡയമെൻഷൻസ് ഏതൊക്കെയാണ്, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടേംസ് ഉണ്ട്. ആ ടേംസ് ആദ്യം നോക്കാം. ആദ്യത്തെ ടേം എഫക്റ്റീവ് ലെങ്ത്. ഓക്കെ, അപ്പം നിങ്ങൾ 2 ടേംസ് ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. വൺ ഇസ് ഇഫക്റ്റീവ് ലെങ്ത് ആൻഡ് another is unsupported length. ഓക്കെ, അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് വെച്ചാൽ ആ കംപ്ലീറ്റ് ലെങ്ത്. ഇപ്പോൾ ഇതൊരു കോളമാണെങ്കിൽ ഈ കോളത്തിൻ്റെ കംപ്ലീറ്റ് ലെങ്ത് ആണ് അൺസപ്പോർട്ടഡ് ലെങ്ത് L. ഓക്കെ, ഇഫക്റ്റീവ് ലെങ്ത് എന്ന് വെച്ചാൽ ഈ കോളത്തിൻ്റെ 2 സൈഡിലും എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടുകളുണ്ടാകും. റൈറ്റ്, അപ്പോൾ ആ സപ്പോർട്ടും കൂടെ ഡിഫൈൻ ചെയ്തിട്ട് ആ സപ്പോർട്ടിൻ്റെയും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ലെങ്ത്. ഇപ്പോൾ ലെങ്ത് ഒന്നെങ്കിൽ ഈ അൺസപ്പോർട്ടഡ് ലെങ്തിനേക്കാളും കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ അൺസപ്പോർട്ടഡ് ലെങ്തിനേക്കാളും കുറവായിരിക്കാം. അതിനെയാണ് LE എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇഫക്റ്റീവ് ലെങ്ത്. ഓക്കെ, so effective length is the vertical distance between the points of inflection of the compression member in buckled configuration. ഒരു കോളം അതിൻ്റെ ബക്കിൾഡ് കോൺഫിഗറേഷനിൽ, ആ ബെൻഡ് ആയിരിക്കുന്ന കോൺഫിഗറേഷനിൽ ഉള്ള ലെങ്ത് ആണ് ഇഫക്റ്റീവ് ലെങ്ത്. ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ഇഫക്റ്റീവ് ലെങ്ത്. ഓക്കെ, ഇങ്ങനെ ഒരു കോളം ഇതിങ്ങനെ ബക്കിളാവുമെങ്കിൽ അതിൻ്റെ ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ബക്കിൾ ചെയ്യുന്ന പോർഷനിലെ ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇത് അൺസപ്പോർട്ടഡ് ലെങ്തിനേക്കാളും കൂടുതലും ആയിരിക്കും. ചില കേസിൽ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ, ഓക്കെ ഇതായിരുന്നു ശരിക്കുള്ള ഡിസ്റ്റൻസ്, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, ഇവിടെ ഈ അൺസപ്പോർട്ടഡ് ലെങ്തിനേക്കാളും കൂടുതലായിട്ട് 2L എന്നൊക്കെ ആയിരിക്കും വരിക. ഓക്കെ, ഇഫക്റ്റീവ് ലെങ്ത്. സോ ദറ്റ് ഈസ് ഇഫക്റ്റീവ് ലെങ്ത് LE എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദ ഇഫക്റ്റീവ് ലെങ്ത് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അൺസപ്പോർട്ടഡ് ലെങ്ത്. അൺസപ്പോർട്ടഡ് ലെങ്തിനെ വെച്ച് പറയുമ്പോൾ ഡിഫറെൻ്റ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അൺസപ്പോർട്ടഡ് ലെങ്ത് ആൻഡ് ടൈപ്പ് ഓഫ് എൻഡ് റിസ്ട്രെയിൻറ്റ്. ഓക്കെ, അപ്പോൾ LE ഈസ് ഈക്വൽ ടു വാട്ട്, K ഇൻറ്റു L. L എന്ന് വെച്ചാൽ അൺസപ്പോർട്ടഡ് ലെങ്ത്, K എന്ന് വെച്ചാൽ നമ്മൾ ഏത് സപ്പോർട്ടാണോ, എന്ത് തരത്തിലുള്ള സപ്പോർട്ടാണോ കൊടുക്കുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സപ്പോർട്ട്സ്, ഫിക്സ്ഡ് സപ്പോർട്ട്, ഹിഞ്ച്ഡ്, ഫ്രീ. അപ്പോൾ ഇങ്ങനെ പല സപ്പോർട്ടുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് സപ്പോർട്ടാണ് കൊടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ K വാല്യൂ. ഓക്കെ, സോ ഇഫക്റ്റീവ് ലെങ്ത് ഈസ് ഈക്വൽ ടു K ഇൻറ്റു L. So K is the ratio of effective length to unsupported length. Clause 25.2 പേജ് 42ൽ ഇഫക്റ്റീവ് ലെങ്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എഫക്റ്റീവ് ലെങ്തിൻ്റെ ഈ കെയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് അനെക്സ് ഇയിൽ നിന്നാണ്. ഓക്കെ, IS 456 അനെക്സ് ഇ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കെയുടെ വാല്യൂസ് കിട്ടും, ആ റേഷ്യോസ് കിട്ടും. So this parameter is needed in classifying and designing the compression members. നമുക്ക് ഈ ഇഫക്റ്റീവ് ലെങ്ത് യൂസ് ചെയ്താണ് ഇപ്പോൾ ലോങ് കോളം, ഷോർട്ട് കോളം, അങ്ങനെ ഓരോ കമ്പാരിസൺസ് ചെയ്യുന്നത്. സോ ഈ ഇഫക്റ്റീവ് ലെങ്ത് അനെക്സ് ഇയിൽ നമുക്ക് ഫാക്ടേഴ്സ് നോക്കാം. സോ ഇതാണ് അനെക്സ് ഇ, ടേബിൾ 28 തന്നിട്ടുണ്ട്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ദ ഡിഗ്രി ഓഫ് എൻഡ് കൺസ്ട്രെയിൻറ്റ്, അതായത് സപ്പോർട്ട് കണ്ടീഷൻസ് ആണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. 7 കണ്ടീഷൻസ് ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. സപ്പോർട്ട് കണ്ടീഷൻസ് വെച്ചിട്ടുള്ള ഫിഗർ നമുക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഫിഗർ ഉണ്ട്. ദെൻ ഇതിൻ്റെ തിയററ്റിക്കൽ വാല്യൂ ഉണ്ട്, റെക്കമെൻഡഡ് വാല്യൂ ഉണ്ട്. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമുക്ക് ഈ റെക്കമെൻഡഡ് വാല്യൂ ആണ് വേണ്ടത്. സോ അത് കണ്ടീഷൻ, ഇപ്പോൾ കോളത്തിൻ്റെ ഡിസൈനിൽ നമുക്ക് എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നൊരു വാല്യൂ അത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ അനെക്സ് ഇയിൽ, ഈ ടേബിളിൽ വന്നിട്ട് ക്വസ്റ്റ്യനിൽ കണ്ടീഷൻസ് മെൻഷൻ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ കണ്ടീഷൻ ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള LE വാല്യൂ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ,
സോ ഇഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ ആൻഡ് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ ഇൻ ബോത്ത് ഡയറക്ഷൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ, രണ്ട് സൈഡിലും ഹെൽഡ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ. ഓക്കെ, റൊട്ടേഷൻ അതായത് മൊമെൻറ്റും അവിടെ റീസ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഏത് കേസാണ്? ദിസ് കേസസ് റൊട്ടേഷനും റീസ്ട്രെയിൻഡ് ആണ്. അതുപോലെ ഇഫക്റ്റീവ്ലി ഹെൽഡ് എന്ന് വെച്ചാൽ ഫിക്സ്ഡ് സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇഫക്റ്റീവ്ലി ഹെൽഡ് ആൻഡ് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ ഫിക്സ്ഡ് സപ്പോർട്ടാണ്. അപ്പോൾ ഫിക്സ്ഡ് സപ്പോർട്ടിൽ ബക്ലിംഗ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് തിയററ്റിക്കൽ വാല്യൂ L/2 ആണ്. നിങ്ങൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിച്ചിട്ടുണ്ടാകും. അതിൽ കോളംസ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ ഇഫക്റ്റീവ് ലെങ്ത് L/2, L/√2 അങ്ങനെ കുറേ വാല്യൂസ് പഠിച്ചു. അപ്പോൾ രണ്ടെണ്ണം ഫിക്സ്ഡ് ആണെങ്കിൽ L/2. ഓക്കെ, പക്ഷേ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന വാല്യൂ ഈ 0.5നേക്കാളും കുറച്ചും കൂടെ ഗ്രേറ്റർ ആണ്. 0.65 ആണ് റെക്കമെൻഡഡ് വാല്യൂ. അതേപോലെ നെക്സ്റ്റ്, ഇഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ് ബോത്ത് എൻഡ്സ് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ ഇൻ വൺ എൻഡ്. ഓക്കെ, ഒരെൻഡിൽ റീസ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരെൻഡിൽ റീസ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്, ഒരെൻഡിൽ റൊട്ടേഷൻ റീസ്ട്രെയിൻഡ് അല്ല, അതായത് ഇറ്റ് ക്യാൻ റൊട്ടേറ്റ്. സോ ഒരെൻഡിൽ റീസ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്, ഒരെൻഡിൽ റീസ്ട്രെയിൻഡ് അല്ല. അപ്പോൾ ഇതൊരെണ്ണം ഹിഞ്ച്ഡും ഒന്ന് ഫിക്സ്ഡും ആണ്. ഓക്കെ, സോ ഹിഞ്ച്ഡ് ആൻഡ് ഫിക്സ്ഡ്. സോ 0.7 L, recommended value is 0.8 L. Then effectively held in position at both ends but not restrained against rotation. Rotation restrain ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതായത് അത് ഹിഞ്ച്ഡ് സപ്പോർട്ട് ആണെന്നാണ്. ഓക്കെ, റൊട്ടേഷൻ റീസ്ട്രെയിൻ ചെയ്യുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഹിഞ്ച്ഡ് സപ്പോർട്ടാണെന്നാണ്. അപ്പോൾ രണ്ട് സൈഡിലും റീസ്ട്രെയിൻ ചെയ്യുന്നില്ലെങ്കിൽ ഇത് ഹിഞ്ച്ഡ് സപ്പോർട്ടാണ്. സോ നമ്മൾ ഹിഞ്ച്ഡ് സപ്പോർട്ടിലുള്ള എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളം 1 തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ റെക്കമെൻഡഡ് വാല്യൂ 1 തന്നെയാണ്. നെക്സ്റ്റ്, ഇഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ ആൻഡ് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ അറ്റ് വൺ എൻഡ്. അതായത് ഒരെൻഡ് ഫിക്സ്ഡ് ആണ്. റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ ഒരെൻഡ് ഫിക്സ്ഡ് ആണ്. ആൻഡ് ദ അതർ എൻഡ് ഈസ് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ ബട്ട് നോട്ട് ഹെൽഡ് ഇൻ പൊസിഷൻ. അടുത്ത എൻഡിന് റൊട്ടേറ്റ് ചെയ്യാം, പക്ഷെ ഹെൽഡ് അല്ല, അതായത് ഫ്രീ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഹോൾഡ് ചെയ്തിട്ടില്ല. സോ വൺ എൻഡ് ഇസ് ഫ്രീ, അതർ ഇസ് ഫിക്സ്ഡ്. ഈ കണ്ടീഷനിലും 1 ആണ് തിയററ്റിക്കൽ വാല്യൂ ആൻഡ് റെക്കമെൻഡഡ് വാല്യൂ ഇസ് 1.2. അടുത്തത്, ഇഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ ആൻഡ് റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ ഇൻ വൺ എൻഡ്. അതായത് വൺ എൻഡ് ഫിക്സ്ഡ് ആണ്. ആൻഡ് ദ അതർ എൻഡ് ഈസ് പാർഷ്യലി റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ. ഓക്കെ, ഇപ്പോൾ ഫുള്ളി റീസ്ട്രെയിൻഡ് അല്ല, പാർഷ്യലി റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ ആണ് ആൻഡ് ഹെൽഡ് ചെയ്തിട്ടില്ല, അതായത് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ തിയററ്റിക്കലായിട്ടുള്ള വാല്യൂ ഇല്ല. നമ്മളിവിടെ ആകെ റെക്കമെൻഡഡ് വാല്യൂ മാത്രമേ പറയുന്നുള്ളൂ. നെക്സ്റ്റ്, ഇഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ നമ്മളുടെ സാധാ ഒരു ഹിഞ്ച്ഡ് ഫ്രീ കണ്ടീഷനാണ്. ഇഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ് വൺ എൻഡ് ബട്ട് നോട്ട് റീസ്ട്രെയിൻഡ്. നോട്ട് റീസ്ട്രെയിൻഡ് എന്ന് വെച്ചാൽ ഹിഞ്ച്ഡ് ആണ് ആൻഡ് ഫ്രീ ആണ്. ഓക്കെ, ഫ്രീ എൻഡ്. ഫ്രീ എൻഡ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഫ്രീ അല്ല, ഇറ്റ് ഈസ് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ. ഹെൽഡ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, ബട്ട് ഇറ്റ് ഈസ് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് rotation. Okay, so 2 and recommended values also 2. Effectively held in position against rotation at one end. Okay, so one end fixed, other end free. അടുത്ത എൻഡിൽ റൊട്ടേഷൻ റീസ്ട്രെയിൻ ചെയ്യുന്നില്ല, ഹെൽഡും ചെയ്തിട്ടില്ല. സോ ദിസ് എൻഡ് ഇസ് ഫ്രീ. അപ്പോൾ അതിൻ്റെ കേസിലും തിയററ്റിക്കൽ ആൻഡ് റെക്കമെൻഡഡ് വാല്യൂ ഇസ് 2L. ഓക്കെ, സോ ഇത് നിങ്ങൾ ഒന്നും കൂടെ വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കുക. കാരണം ക്വസ്റ്റ്യനിൽ ഈ ഫിഗറൊന്നും നമുക്ക് തരില്ല. ആകെ വൺ എൻഡ് ഇസ് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ, അതർ എൻഡ് ഇസ് ഫ്രീ, അങ്ങനെയൊക്കെ തരുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ ഏത് കണ്ടീഷനാണെന്ന് നോക്കി നമുക്ക് വാല്യൂ സെലക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ വായിക്കുക. അതുമാത്രമല്ല, ഈ ഒരു ടേബിൾ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇത് എപ്പോഴത്തേക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. ഈ എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളം
IS കോഡ് റെക്കമെൻഡ് ചെയ്യുന്ന വാല്യൂസ് നിങ്ങൾക്ക് വൈവക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിന് ചോദിക്കാം. ഓക്കെ, പ്രോജക്റ്റിൻ്റെയോ എന്ത് കേസിന് സെമിനാറിനോ എന്തിനു വേണമെങ്കിലും ചോദിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് ടേം അപ്പോൾ അതാണ് ഇഫക്റ്റീവ് ലെങ്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് പെഡസ്റ്റൽ. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിരുന്നു പെഡസ്റ്റലും കോളത്തിൻ്റെ തന്നെ ഒരു ഷോർട്ടർ ആയിട്ടുള്ളൊരു വേർഷനാണ് പെഡസ്റ്റൽ. സോ പെഡസ്റ്റൽ ഈസ് എ വെർട്ടിക്കൽ കംപ്രഷൻ മെമ്പർ ഹൂസ് ഇഫക്റ്റീവ് ലെങ്ത് LE. സോ പെഡസ്റ്റലിൻ്റെ ഡയമെൻഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പെഡസ്റ്റൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ കോളത്തിനും ഫൂട്ടിങ്ങിനും ഇടയ്ക്കുള്ള ഒരു സ്ട്രക്ചറാണ്. നിങ്ങളിപ്പോൾ ഈ സൈറ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്സിനൊക്കെ പോകുമ്പോൾ കാണാനായിട്ട് പറ്റും ഇങ്ങനെ പെഡസ്റ്റൽ, അതായത് കോളം ഈ പെഡസ്റ്റലിലായിരിക്കും കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഈ പെഡസ്റ്റലിൻ്റെ LE ഇഫക്റ്റീവ് ലെങ്ത്. ഓക്കെ, പെഡസ്റ്റലിൻ്റെ ഇത് അൺസപ്പോർട്ടഡ് ലെങ്ത്, ഈ ടോട്ടൽ ലെങ്ത് ആണ് അൺസപ്പോർട്ടഡ് ലെങ്ത്. ഓക്കെ, ഒരു ലെങ്ത് അൺസപ്പോർട്ടഡ് ലെങ്ത്. ഇതിൻ്റെ LE ഇഫക്റ്റീവ് ലെങ്ത് ഷാൽ നോട്ട് എക്സീഡ് 3 times the least horizontal dimension B. 3 times Bയേക്കാളും ഗ്രേറ്റർ ആകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ലീസ്റ്റ് ഡയമെൻഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെയൊരു ഇതിൻ്റെ ഈ ഒരു പെഡസ്റ്റലിൻ്റെ ഈ ഒരു സെക്ഷൻ എടുക്കുമ്പോഴത്തേക്കും അവിടെ 2 ഡയമെൻഷൻസ് ഉണ്ടാകും. അപ്പോൾ ലീസ്റ്റ് ഡയമെൻഷൻ Bയും ഓക്കെ ദ അതർ ഡയമെൻഷൻ D എന്നാണ് കൊടുക്കുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. സോ പെഡസ്റ്റലിൻ്റെ കേസിൽ ഇറ്റ് ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 3 times the least dimension B. It is given in clause 26.5.3.1. Okay, next is the other dimension D shall not exceed 4 times of B. അതുപോലെ D എന്ന് വെച്ചാൽ ഓക്കെ other dimension D shall not exceed 4B. ഓക്കെ, അതുപോലെ LE shall not exceed 3 times B. ഇത് രണ്ടുമാണ് പെഡസ്റ്റലിൻ്റെ കണ്ടീഷൻസ്. ഇത് രണ്ടും ആണ് കണ്ടീഷൻസ്. ഓക്കെ, അടുത്തത് കോളം. സോ കോളം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കോളം ആണ് പഠിക്കാനുള്ളത്. കോളം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെർട്ടിക്കൽ കംപ്രഷൻ മെമ്പർ ഹൂസ് അൺസപ്പോർട്ടഡ് ലെങ്ത് L. ഓക്കെ, അതിൻ്റെ അൺസപ്പോർട്ടഡ് ലെങ്ത് L ഷാൽ നോട്ട് എക്സീഡ് 60 times of B. 60B. ഓക്കെ, B എന്ന് വെച്ചാൽ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഇഫ് റീസ്ട്രെയിൻഡ് അറ്റ് 2 ends. 2 സൈഡും റീസ്ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ, 2 സൈഡും ഫിക്സ്ഡ് ആയിട്ടാണെങ്കിൽ ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് അൺസപ്പോർട്ടഡ് ലെങ്ത് ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 60 times B. ഓക്കെ, അതേപോലെ ഫർദർ ഇറ്റ്സ് അൺസപ്പോർട്ടഡ് ലെങ്ത് ഓഫ് എ കാൻഡിലിവർ കോളം. കാൻഡിലിവർ കോളം ആണെങ്കിൽ ദാറ്റ് ഈസ് 1 end ഫ്രീ അതർ end ഫിക്സ്ഡ് ആണെങ്കിൽ that shall not exceed 100 B square by D. Okay, cantileverൻ്റെ കേസിൽ. And D is the lateral dimension. And D യും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്, which is restricted up to, that is D also shall not increase 4 times B. Okay, ഇതൊക്കെയാണ് കോളത്തിൻ്റെ കണ്ടീഷൻസ്. കോളം കാൻഡിലിവർ കോളവും ഫിക്സ്ഡ് കോളത്തിൻ്റെയും അൺസപ്പോർട്ടഡ് ലെങ്ത് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഡിസൈനിന് യൂസ്ഫുൾ ആയിട്ടുള്ള പാരാമീറ്റേഴ്സാണ്. നെക്സ്റ്റ് ഇസ് ടൈപ്സ് ഓഫ് കോളം. അപ്പോൾ കോളത്തിനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. കോളത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു ബിൽഡിങ്ങിൽ കാണുമ്പോൾ എല്ലാ കോളംസും അതിലെന്താണ് ഡിഫറൻസ് എന്ന് നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ അതിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദി ടൈപ്പ് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് അനുസരിച്ച് കോളത്തിന് RC കോളത്തിന് നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. വൺ ഇസ് ടൈഡ് കോളം, അതർ ഇസ് കോളം വിത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്, ദെൻ കോമ്പോസിറ്റ് കോളം. നമ്മളിപ്പോൾ ഏത് കോളം നോക്കുമ്പോഴും പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ദേ ഓൾ റിമെയിൻ ദ സെയിം, പക്ഷേ അതിൻ്റെ ഇൻസൈഡ് കൊടുത്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കാം. സോ ടൈഡ് കോളംസ് എന്ന് വെച്ചാൽ നമ്മൾ കോളത്തിൽ ഇപ്പോൾ ഇതിൽ പറയുന്ന പോലെ 2 ടൈപ്പ് റീഇൻഫോഴ്സ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ലോങ്ങിറ്റ്യൂഡിനലി പോകുന്ന റീഇൻഫോഴ്സ്മെൻറ്റ്സ് ആണ് ലോങ്ങിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ആൻഡ് ബീമിൽ നമ്മൾ സ്റ്റിറപ്പ് കൊടുക്കുന്ന പോലെ കോളത്തിലും ഇങ്ങനെ സ്റ്റിറപ്സ് പോലെ കൊടുക്കും. അതിനെ ടൈ എന്നാണ് പറയുന്നത്.
ഓക്കെ, ടൈ അല്ലെങ്കിൽ ട്രാൻസ്പോസ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നാണ് പറയുന്നത്. സോ ഈ ടൈഡ് കോളത്തിൽ മെയിൻ ലോങ്ങിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ആർ എൻക്ലോസ്ഡ് വിതിൻ ലാറ്ററൽ ടൈസ്. ഓക്കെ, ഇപ്പോൾ ടൈസ് വെച്ചിട്ട് ബീം പോലെ തന്നെ ടൈസ് വെച്ച് ലോങ്ങിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റിന് ടൈ ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഇസ് കോളം വിത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഹെലിക്കൽ എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ സ്പൈറൽ ആയിട്ടുള്ളതിനെയാണ് ഹെലിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ബ്രിഡ്ജസിൻ്റെയൊക്കെ ഇപ്പം മെട്രോയുടെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ബ്രിഡ്ജസിൻ്റെ പില്ലേഴ്സൊക്കെ കാണാം. അപ്പോൾ പില്ലേഴ്സൊക്കെ എല്ലാം റൗണ്ടഡ് ഷേപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ റൗണ്ടഡ് ഷേപ്പ് പില്ലേഴ്സിൽ അപ്പോൾ അവിടെയാണ് നമ്മൾ കോമൺലി ഈ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് സ്പൈറൽ റീഇൻഫോഴ്സ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ടൈ അല്ല കൊടുക്കുന്നത്, സ്പൈറലാണ് കൊടുക്കുന്നത്. സോ ദ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് longitudinal reinforcement bars are enclosed within closely spaced continuously wound spiral reinforcement. ഇപ്പോൾ സർക്കുലർ ആൻഡ് ഒക്ടഗണൽ കോളംസിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോമ്പോസിറ്റ് കോളംസ്. കോമ്പോസിറ്റ് കോളംസ് എന്ന് വെച്ചാൽ അതിൽ നമ്മൾ ഈ റീഇൻഫോഴ്സ്മെൻറ്റിന് പകരമായിട്ട്, റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മളൊരു സ്റ്റീൽ തന്നെയാണ് വെക്കുന്നത്. ഓക്കെ, സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻ, അതായത് സ്ട്രക്ചറൽ സ്റ്റീലിൻ്റെ പൈപ്പ് വെക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഐ സെക്ഷനൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഐ സെക്ഷൻസൊക്കെ അതിൽ വെക്കും. ഓക്കെ, വിത്ത് ഓർ വിത്തൗട്ട് ലോങ്ങിറ്റ്യൂഡിനൽ പാർട്സ്. ഈ നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ പാർട്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഇത് മാത്രമേ ഈ ഒരു സ്റ്റീൽ ബീംസ് അല്ല സ്റ്റീൽ സെക്ഷൻസ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇതാണ് ടൈ ബാർ. ഓക്കെ, സോ ആൻഡ് ഇതാണ് പെഡസ്റ്റൽ. ഓക്കെ, ഈ ഒരു പോർഷനാണ് പെഡസ്റ്റൽ. അപ്പോൾ ഇതിൻ്റെ മേലെയാണ് നമ്മളിനി കോൺക്രീറ്റ് പോർ ചെയ്യേണ്ടത്. കോളം, അങ്ങനെയാണ് കോളം വരുന്നത്. സോ ഇതാണ് ടൈസ്. ഈ മെമ്പേഴ്സാണ് ടൈസ് ആൻഡ് ഈ വെർട്ടിക്കൽ മെമ്പേഴ്സാണ് ലോങ്ങിറ്റ്യൂഡിനൽ ബാർസ്. അടുത്തത് സ്പൈറൽ. ഓക്കെ, സ്പൈറൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇങ്ങനെയാണ്, ഹെലിക്കൽ. സോ ദിസ് ഇസ് സ്പൈറൽ റീഇൻഫോഴ്സ്മെൻറ്റ്. നെക്സ്റ്റ് കോമ്പോസിറ്റ് അല്ലെങ്കിൽ എൻഗേജ്ഡ് കോളം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ, ഈ കോളത്തിൻ്റെ ഉള്ളിൽ ലോങ്ങിറ്റ്യൂഡിനൽ ബാർസ് കാണാം, ടൈ ബാർസ് കാണാം, അതിനോടൊപ്പം തന്നെ സ്റ്റീൽ സെക്ഷൻ കാണാം. അപ്പോൾ സ്റ്റീൽ സെക്ഷൻ എന്ന് വെച്ചാൽ ഐ സെക്ഷൻ ആവാം, അല്ലെങ്കിൽ ഹോളോ സെക്ഷൻസ് ആകാം, അങ്ങനെ എന്ത് സെക്ഷൻസ് വേണമെങ്കിലും ആകാം. അതിലൊന്നെങ്കിൽ ലോങ്ങിറ്റ്യൂഡിനൽ ബാർസും ടൈ ബാർസും ഉണ്ടാകാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. ഓക്കെ, അതിനെയാണ് കോമ്പോസിറ്റ് അല്ലെങ്കിൽ എൻഗേജ്ഡ് കോളംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ടൈപ്പ് കോളത്തിൽ നമ്മൾ യൂഷ്വലി നിങ്ങൾ ബിൽഡിങ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈ കോളംസ് ആണ്. അപ്പോൾ അത് തന്നെ ഡിഫറെൻറ്റ് ഷേപ്പിലുണ്ടാകും. സ്ക്വയർ ഷേപ്പ്, റെക്റ്റാങ്കുലർ, എൽ ഷേപ്പ്, ടി ഷേപ്പ്, അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്സിലുണ്ടാകും. പിന്നെ ഹെലിക്കലി ബൗണ്ടഡ് കോളംസ് സർക്കുലർ പില്ലേഴ്സ് പോലെയുള്ള സർക്കുലർ കോളംസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കിടെക്ട്സ് പ്രിഫർ സർക്കുലർ കോളംസ് ഇൻ സം സ്പെസിഫിക് സിറ്റുവേഷൻസ് ഫോർ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. ഓക്കെ, അതായത് വലിയ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കിടെക്ചറൽ ബിൽഡിങ്സിലൊക്കെ സർക്കുലർ കോളംസ് ആണ് ആ ഒരു അപ്പിയറൻസിന് വേണ്ടിയിട്ട് ആർക്കിടെക്ട്സ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ പഠിക്കുന്നത് ടൈഡും ഹെലിക്കലി ബൗണ്ടഡ് കോളംസും ആയിരിക്കും. നെക്സ്റ്റ് ലോഡിങ്. ഇപ്പോൾ ഒരു കോളത്തിൽ നമ്മൾ പറഞ്ഞു കംപ്രഷൻ മെമ്പേഴ്സാണ്, അതിൽ ആക്സിയൽ ലോഡിങ് ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ കോളത്തിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം കോളത്തിൻ്റെ ലോഡ് അനുസരിച്ച്. ഒന്ന് ആക്സിയൽ ലോഡ്. ഓക്കെ, അതായത് കോൺസെൻട്രിക് ലോഡഡ് കോളംസ്, അതായത് കോളത്തിൻ്റെ ആക്സിസിൽ കൂടെ തന്നെയാണ് ലോഡ് പാസ് ചെയ്യുന്നതെങ്കിൽ, ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതാണ് ആക്സിയലി ലോഡഡ് കോളംസ് അല്ലെങ്കിൽ കോൺസെൻട്രിക് കോളംസ്. നെക്സ്റ്റ്, കോളംസ് സബ്ജക്റ്റഡ് ടു കമ്പൈൻഡ് ആക്സിയൽ ലോഡിംഗ് ആൻഡ് യൂണി ആക്സിയൽ ബെൻഡിങ്. ഈ യൂണി ആക്സിയൽ ബെൻഡിങ് എന്ന് വെച്ചാൽ എക്സെൻട്രിക് ലോഡിംഗ് വരുന്ന കേസിലാണ് ഇത് രണ്ടും വരുന്നത്. ഓക്കെ, സോ ഒരു കോളത്തിൽ സെൻറ്ററിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൺസെൻട്രിക്, കോൺസെൻട്രിക് അല്ലെങ്കിൽ സെൻട്രിക്. ഇനി ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും കാരണം ഇവിടെയല്ല, ഈ പോർഷനിലല്ല, ഇവിടെയാണ്, കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, സച്ച് ടൈപ്പ് ഓഫ് കോളംസ് ആർ നോൺ ആസ് എക്സെൻട്രിക് ലോഡിംഗ്. അപ്പോൾ അതിൽ യൂണി ആക്സിയൽ ബെൻഡിങ് എന്ന് വെച്ചാൽ ഒരു ഡയറക്ഷനിലായിരിക്കും എക്സെൻട്രിസിറ്റി. ഓക്കെ, വേറൊരു ഡയറക്ഷനിലാണെങ്കിൽ, അതായത് ഈ 2 ഡയറക്ഷനിലും
എക്സെൻട്രിക് ലോഡിംഗ് ഉണ്ടെങ്കിൽ അപ്പോൾ ഈ രണ്ട് ഡയറക്ഷനിലും പി ഇൻറ്റു മൊമെൻ്റ് ഉണ്ടാകും. ഒരു ഡിസ്റ്റൻസ് മാറിയിട്ട് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാകും? ഇവിടെ മൊമെൻറ്റ് പി ഇൻറ്റു ഇ, അതുപോലെ ഇവിടെയും മൊമെൻറ്റ് പി ഇൻറ്റു ഇ. റൈറ്റ്? അപ്പോൾ ഇങ്ങനെ മൊമെൻറ്റ് ഉണ്ടാകുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു എക്സെൻട്രിക് പോർഷൻ മാത്രമേ ഉള്ളെങ്കിൽ അത് യൂണി ആക്സിയൽ, രണ്ട് ഡയറക്ഷനിലും എക്സെൻട്രിസിറ്റി വരുവാണെങ്കിൽ, എക്സെൻട്രിക് ലോഡിംഗ് ഉണ്ടെങ്കിൽ ദറ്റ് ഈസ് ബൈ ആക്സിയൽ ബെൻഡിങ്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സബ്ജക്റ്റഡ് ടു ആക്സിയൽ ലോഡ്സ് ഓൺലി ഓർ സബ്ജക്റ്റഡ് ടു കമ്പൈൻഡ് ആക്സിയൽ ലോഡിംഗ് ആൻഡ് യൂണി ആക്സിയൽ ബെൻഡിങ്. ദെൻ കമ്പൈൻഡ് ആക്സിയൽ ലോഡിംഗ് ആൻഡ് ബൈ ആക്സിയൽ ബെൻഡിങ്. നെക്സ്റ്റ് ഇസ് സ്ലെൻഡർനെസ് റേഷ്യോ. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് വെച്ചാൽ ദറ്റ് ഈസ് the ratio of effective length to least radius of gyration, LE/R. അതാണ് സ്ലെൻഡർനെസ് റേഷ്യോ. അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ വെച്ചിട്ട് സ്ലെൻഡർനെസ് റേഷ്യോ കൂടുതലാണെങ്കിൽ കോളം സ്ലെൻഡർ ആയിരിക്കും, അല്ലെങ്കിൽ ലോങ് ആയിരിക്കും. കുറവാണെങ്കിൽ ഷോർട്ട് കോളംസ് ആയിരിക്കും. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കോളം, IS 456 stipulates the slenderness ratio as ratio of effective length to least lateral dimension. ഓക്കെ, അപ്പം നമ്മൾ യൂഷ്വലി ഒരു കോളത്തിൻ്റെ കേസിൽ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് വെച്ചാൽ സ്റ്റീൽ കോളം ആണെങ്കിൽ LE/R മിനിമം ആയിരിക്കും സ്റ്റീൽ കോളത്തിൽ. കോൺക്രീറ്റ് കോളം ആണെങ്കിൽ LE/ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ, ദറ്റ് ഈസ് LE/B. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സ്ലെൻഡർനെസ് റേഷ്യോ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെഫിനിഷനാണ് വേണ്ടത്. റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇഫക്റ്റീവ് ലെങ്ത് ടു ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. ഇഫക്റ്റീവ് ലെങ്ത് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അൺസപ്പോർട്ടഡ് ലെങ്ത്, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നതാണത്. സോ റെക്ടാങ്കുലർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കോളം ഓഫ് ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ B and D ഷാൽ ഓൾസോ ഹാവ് ടു ഇഫക്റ്റീവ് ലെങ്ത് ഇൻ 2 directions. റൈറ്റ്? അപ്പോൾ 2 ഡയറക്ഷനിൽ 2 ഇഫക്റ്റീവ് ലെങ്ത് ഉണ്ടാകും, LE/B എന്നും LE/D എന്നും. ഓക്കെ, അത് ഡയറക്ഷൻ വെച്ചിട്ട് അങ്ങനെ പറയാം. അതുപോലെ തന്നെ ഈ പോസിബിലിറ്റി ഓഫ് ബക്കിൾ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ സ്ലെൻഡർനെസ് റേഷ്യോ വെച്ചിട്ടാണ്. ഓക്കെ, സോ ദിസ് ഇസ് സ്ലെൻഡർനെസ് റേഷ്യോയുടെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിക്കുക. സ്ലെൻഡർനെസ് റേഷ്യോ ബേസ് ചെയ്തിട്ട് നമുക്ക് ഷോർട്ട് കോളംസും ലോങ് കോളംസും ആക്കാം. സോ സ്ലെൻഡർനെസ് റേഷ്യോ എബൌട്ട് മേജർ ആക്സിസ്. അപ്പോൾ 2 ആക്സിസിൽ നമുക്ക് പറയാം. മേജർ ആക്സിസ് ആണെങ്കിൽ LEX/D ആൻഡ് മൈനർ ആക്സിസ് ആണെങ്കിൽ LEY/B. കംപ്രഷൻ മെമ്പർ, അപ്പോൾ ഷോർട്ട് എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? ഈ LEX/D ആൻഡ് LEY/B ആർ ലെസ് ദാൻ 12. ഓക്കെ, സോ LEX/D ആൻഡ് LEY/B ലെസ് ദാൻ 12 ആണെങ്കിൽ ഷോർട്ട് കോളം, ഗ്രേറ്റർ ദാൻ 12 ആണെങ്കിൽ ലോങ് കോളം. ഓക്കെ, അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ 12നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ സ്ലെൻഡർ ആയിരിക്കും, അല്ലെങ്കിൽ ലോങ് കോളം ആയിരിക്കും. ലെസ് ദാൻ 12 ആണെങ്കിൽ ഷോർട്ട് കോളം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലോങ്ങിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്. സോ ദ ലോങ്ങിറ്റ്യൂഡിനൽ ബാർസ് ക്യാരി കംപ്രസീവ് ലോഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു കോളം ആണെങ്കിൽ, കോളം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ കോളത്തിൽ ലോങ്ങിറ്റ്യൂഡിനലി പോകുന്ന റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ലോങ്ങിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്, ആൻഡ് സ്റ്റിറപ്പ് പോലെ കൊടുക്കുന്നതാണ് ടൈ ബാർസ്. ഓക്കെ, സോ ക്ലോസ് 26.5.3.1 ആണ് ലോങ്ങിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ തരുന്നത്. അതായത് എത്ര മിനിമം ആൻഡ് മാക്സിമം, എത്ര എമൗണ്ട് കൊടുക്കണം, എത്ര ബാർ കൊടുക്കണം, എത്രയാണ് മിനിമം ഡയമീറ്റർ, വാട്ട് ഷാൽ ബി ദ സ്പേസിങ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലോസ് 26.5.3.1 മിനിമം എമൗണ്ട് ഓഫ് സ്റ്റീൽ. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം എമൗണ്ട് ഓഫ് longitudinal reinforcement is 0.8% of the gross cross-sectional area of the column. Okay, അതായത് 0.8% of BD. Okay, so this is the minimum. അപ്പോൾ മിനിമം ഇത്രയുമെങ്കിലും കൊടുക്കണം. നമ്മൾ സ്ലാബിൻ്റെ കേസിൽ പഠിച്ചിരുന്നു 0.12% ആണ്, കോളത്തിൻ്റെ കേസിൽ 0.8% ഓഫ് ദി
cross-sectional area of column. Okay, so അത് നോക്കുക. Then maximum amount of steel എന്ന് വെച്ചാൽ ഒരു maximum value 4% of the gross cross-sectional dimension, and lapping ഉണ്ടെങ്കിൽ 6% from the column below have to be lapped with those in column under consideration. ഓക്കെ, അപ്പോൾ ഇതാണ് മാക്സിമം എമൗണ്ട് ഓഫ് സ്റ്റീൽ. അപ്പം ലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ പറയാം. അതായത് നമ്മളുടെ ഒരു ലോങ്ങിറ്റ്യൂഡിനൽ ബാർ, നമ്മളിപ്പോൾ ഒരു സാധാ ഒരു ബാർ എടുത്തു കഴിഞ്ഞാൽ, സ്റ്റീൽ ബാർ നിങ്ങൾക്ക് കാണാമല്ലോ വണ്ടിയിലൊക്കെ, ലോറിയിൽ വരുന്ന സ്റ്റീൽ ബാർസ്, അതെന്ന് വെച്ചാൽ 12 മീറ്ററാണ് അതിൻ്റെ ലെങ്ത്ത്. ഓക്കെ, എന്നിട്ട് ഈ 12 മീറ്ററിൽ നിന്ന് നമുക്ക് സൈറ്റിലേക്ക് ഓരോ ബീമിൻ്റെയും കോളത്തിൻ്റെയൊക്കെ ഡയമെൻഷൻസ് അനുസരിച്ച് കട്ട് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 12 മീറ്റർ ചില സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ചില ബിൽഡിങ്സൊക്കെ നിങ്ങളിപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നുള്ള ബിൽഡിങ്സൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ കോളം കോളത്തിൽ ഇങ്ങനെ ഈ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അതായത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിൽ. ഓക്കെ, അതായത് ഇവിടം വരെ ഉള്ളൂ ആ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത ബാറ് എടുത്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത ബാറ് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ അടുത്ത ബാറെന്ന് വെച്ചാൽ ലാപ്പ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, അതായത് ഓവർലാപ്പ് ചെയ്യും. ഓക്കെ, ഈ നേരത്തെ ഉള്ള ബാറുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടാണ് പുതിയ ബാറ് കൊടുക്കുന്നത്. അപ്പോൾ അതിനെയാണ് ലാപ്പിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഈ ഒരു ബാർ ഇവിടെ തീർന്നു എങ്കിൽ ഇങ്ങനെ അഡ്ജസൻ്റ് ആയിട്ടല്ല കൊടുക്കുന്നത്. ഒരു ബാർ തീരുക, അപ്പോൾ അടുത്ത ബാർ ഇങ്ങനെ ഓവർലാപ്പായിട്ട് കൊടുക്കും. ഈ ഡിസ്റ്റൻസ് ആണ് ഓവർലാപ്പിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം അങ്ങനെ ഓവർലാപ്പ് ചെയ്ത കോളത്തിൻ്റെ കേസിലാണെങ്കിൽ, ഓവർലാപ്പിംഗ് ഉള്ള കോളത്തിൻ്റെ കേസിലാണെങ്കിൽ 6% ആണ് മാക്സിമം എമൗണ്ട്. ഓക്കെ, ഓവർലാപ്പ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ വരും, അതുകൊണ്ടാണ് 6%. ആൻഡ് സാധാ ഓവർലാപ്പിംഗ് അല്ല എങ്കിൽ 4% ആണ് മാക്സിമം എമൗണ്ട് ഓഫ് സ്റ്റീൽ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു റെക്റ്റാങ്കുലർ കോളം ആണെങ്കിൽ, ഒരു റെക്റ്റാങ്കുലർ കോളത്തിൽ മിനിമം 4 ബാറെങ്കിലും കൊടുത്തിരിക്കണം. ഓക്കെ, സപ്പോസ് നമുക്ക് ചെയ്തപ്പോഴത്തേക്കും കിട്ടുന്നത് 3 ലോങ്ങിറ്റ്യൂഡിനൽ ബാർ മതിയെന്നാണ് കിട്ടുന്നത്. പക്ഷേ അപ്പോൾ 3 ബാർ ഇങ്ങനെ കൊടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ മിനിമം 4 ബാറെങ്കിലും കൊടുത്തിരിക്കണം, സ്ക്വയറോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളോ ആണെങ്കിൽ. ഇനി സർക്കുലർ കോളം ആണെങ്കിൽ 1, 2, 3, 4, 5, 6 6 മിനിമം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ 6 മിനിമം വേണം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 4 വരുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ 5 വരുന്നുണ്ടെങ്കിൽ എന്താ 6 കൊടുത്തിരിക്കണം. So 4 and 6 are the minimum number of longitudinal bars in rectangular and circular columns. അതുപോലെ തന്നെ ലോങ്ങിറ്റ്യൂഡിനൽ ബാറിൻ്റെ നമ്മൾ കോളത്തിൽ യൂസ് ചെയ്യുന്ന ലോങ്ങിറ്റ്യൂഡിനൽ ബാറിൻ്റെ ഡയമീറ്റർ മിനിമം 12 mm എങ്കിലും ആയിരിക്കണം. ഓക്കെ, 12 mm. Then helical reinforcement. Columns having helical reinforcement shall have at least 6 longitudinal bars within and in contact with helical reinforcement. The bar shall be placed equidistant around its inner circumference. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ അവിടെ മിനിമം ഇതുപോലെ തന്നെ 6 ലോങ്ങിറ്റ്യൂഡിനൽ ബാർ ഉണ്ടായിരിക്കണം. പിന്നെ ഈ ബാറിൻ്റെ സ്പേസിങ്, കോളത്തിൻ്റെ പെരിഫറിയിൽ നിന്ന് the bars shall be spaced not exceeding 300 mm along the periphery of the column. കോളത്തിൻ്റെ എഡ്ജിൽ നിന്ന്, എൻഡിൽ നിന്ന് 300 mm മാറിയിട്ട് പ്ലേസ് ചെയ്യരുത്. ഓക്കെ, സോ ബാർ ഷാൽ ബി സ്പേസ്ഡ് നോട്ട് എക്സീഡിങ് 300. അപ്പോൾ സ്പേസിംഗ് എന്ന് വെച്ചാൽ 300 mm ആണ് അലോങ് ദി പെരിഫറി. ആൻഡ് എമൗണ്ട് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഇപ്പോൾ കോളത്തിൻ്റെ ബേസായിട്ടാണ് നമ്മൾ പെഡസ്റ്റൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ കോളത്തിൻ്റെ ഈ ബേസിൽ, ഈ പെഡസ്റ്റലിൽ വരേണ്ട റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ 0.15% ഓഫ് ദി ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ടൈ ബാർ. ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് ഒന്നെങ്കിൽ ടൈ ബാർസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ സർക്കുലർ റിങ്സ് ആയിട്ടോ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഒക്കെ ആയിട്ട് കൊടുക്കാം.
അതിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾസ് 135 ഡിഗ്രിയിൽ കൂടാൻ പാടില്ല. Again, the transverse reinforcing bars are provided to ensure every longitudinal bar nearest to the compression face has effective lateral support against buckling. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കൊടുത്തിട്ടില്ല എങ്കിൽ, ടൈസ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും, ലോഡ് എടുക്കുമ്പോഴത്തേക്കും ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന ബാർസ് ഇങ്ങനെ ബക്കിളാവും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയാണ് സപ്പോർട്ടിന് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇങ്ങനെ ലാറ്ററൽ ടൈസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലോസ് 26.5.3.2 ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. ഇപ്പോൾ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പിച്ച് എന്ന് വെച്ചാൽ ദറ്റ് ഷാൽ ബി ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. ഓക്കെ, പിച്ച് ഡിസ്റ്റൻസ്. ഇപ്പോൾ ടൈസ് ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ്, അതാണ് ടൈസ്. ഇപ്പം ഇങ്ങനെ ടൈസ് നമ്മൾ കൊടുക്കുമല്ലോ. ഓക്കെ, ടൈസിൻ്റെ സ്പേസിംഗ് ആണ് പിച്ച് എന്ന് പറയുക. അല്ലെങ്കിൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ്. ഓക്കെ, അതിനാണ് പിച്ച് എന്ന് പറയുക. അപ്പോൾ പിച്ചിൻ്റെ ഡിസ്റ്റൻസ്, ദ മാക്സിമം പിച്ച് ഓഫ് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ ബി ദ ലീസ്റ്റ്. ഒന്നെങ്കിൽ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ, ദറ്റ് ഈസ് ബി. ഓക്കെ, അല്ലെങ്കിൽ 16 times the smallest diameter of longitudinal reinforcement bar to be tied. 16 times diameter or 300 mm. ഓക്കെ, സോ ഒന്നെങ്കിൽ ബി അല്ലെങ്കിൽ 16 times ഡയ അല്ലെങ്കിൽ 300. ഇതിൽ ഏതാണോ ലീസ്റ്റ് വരുന്നത് അതാണ് പിച്ച്. ഓക്കെ, അതേപോലെ ഡയമീറ്റർ എന്ന് വെച്ചാൽ it shall not be less than 1/4 the diameter of the largest longitudinal bar and in no case less than 6 mm. Okay, so diameter 1/4 the maximum diameter, 1/4 the maximum diameter or 6 mm. Okay, ഇവിടെ minimum. Okay, clear അല്ലേ? നെക്സ്റ്റ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇങ്ങനെ ഹെലിക്കലായിട്ട് പോകുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പിച്ചാണ് പറയുന്നത്. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ ബി ഓഫ് റെഗുലർ ഫോർമേഷൻ വിത്ത് ടേൺസ് ഓഫ് ദി ഹെലിക്സ് ഈവൺലി സ്പേസ്ഡ്. നമ്മളിങ്ങനെ സർക്കിൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഈവൺലി സ്പേസ്ഡ് ആയിരിക്കണം, അല്ലാതെ ഒരിടത്ത് ഇങ്ങനെ അങ്ങനെ കൊടുക്കരുത്. ഈവൺലി സ്പേസ്ഡ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് ഇറ്റ് ഷാൽ ബി ആങ്കേർഡ് പ്രോപ്പർലി ബൈ പ്രൊവൈഡിങ് 1.5 എക്സ്ട്രാ ടേൺസ് ഓഫ് എ സ്പൈറൽ ബാർ. ഓക്കെ, എന്നിട്ട് വേണം ഇങ്ങനെ അഡിക്വേറ്റ് സപ്പോർട്ട് കൊടുക്കണം എൻഡിൽ. ആൻഡ് മാക്സിമം പിച്ച് ഷാൽ ബി ലെസ്സർ ഓഫ് 75 mm and 1/6 ഓഫ് ദി കോർ ഡയമീറ്റർ. കോളത്തിൻ്റെ കോർ ഡയമീറ്റർ. ഓക്കെ, അതായത് കോളത്തിൻ്റെ ഡയമീറ്റർ. ഓക്കെ, ഇത് നിങ്ങൾ ബാറിൻ്റെ ഡയമീറ്റർ അല്ല, കോളത്തിൻ്റെ കോർ ഡയമീറ്ററാണ് പറയുന്നത്. അതുപോലെ മിനിമം പിച്ച് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ 25 mm അല്ലെങ്കിൽ 3 times സ്റ്റീലിൻ്റെ ഡയമീറ്റർ. ഓക്കെ, സോ ഇതാണ് മാക്സിമം ആൻഡ് മിനിമം പിച്ച്. ആൻഡ് ഡയമീറ്റർ എന്ന് വെച്ചാൽ 1/4 ഓഫ് ദി ഡയമീറ്റർ, നേരത്തെ പറഞ്ഞത് തന്നെ. ഓക്കെ, നെക്സ്റ്റ് ഈസ് മിനിമം എക്സെൻട്രിസിറ്റി. മിനിമം എക്സെൻട്രിസിറ്റി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ലോഡിങ് കറക്റ്റ് സെൻറ്ററിൽ കൂടെ അല്ല, കുറച്ച് മാറിയിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പം മിനിമം എക്സെൻട്രിസിറ്റി വാല്യൂ. ഓക്കെ, അതായത് നമ്മൾ തിയററ്റിക്കൽ കോളം എപ്പോഴും ആക്സിയലി ആണ് പറയുന്നത്, പക്ഷേ പ്രാക്ടിക്കലി വരുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ആക്സിഡൻ്റലി വല്ല എക്സെൻട്രിസിറ്റി ഉണ്ടാകാം. ഒന്നെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ പോരായ്മകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയലിൻ്റെ വേരിയേഷൻസ് കാരണം. അപ്പോൾ അങ്ങനെ ഉള്ള കേസിൽ ഈ ഒരു എക്സെൻട്രിസിറ്റി ഒത്തിരി അങ്ങ് കൂടിപ്പോകാനായിട്ട് പാടില്ല. ഓക്കെ, എക്സെൻട്രിസിറ്റി എന്ന് വെച്ചാൽ ആ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് അക്കോർഡിംഗ് ടു ക്ലോസ് 25.4 ഓഫ് IS 456 ദ എക്സ് ഡയറക്ഷനിലുള്ള മിനിമം എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഷാൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ഓഫ് L/500 പ്ലസ് D/30 ഓർ 20 mm. ഓക്കെ, അതുപോലെ മിനിമം എക്സെൻട്രിസിറ്റി എന്ന് വെച്ചാൽ ഷാൽ ബി ഗ്രേറ്റർ ഓഫ് ദിസ് വാല്യൂ. ഓക്കെ, clear? So this is the minimum eccentricity values.